കൊടൈക്കനാൽ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. വണ്ടിയിൽ കുപ്പിയോ മറ്റു സാധന സാമഗ്രികളോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു തൊള്ളി പാവങ്ങൾ. ഞങ്ങള് പുള്ളി ഉടനെ ഞങ്ങളുടെ വണ്ടി പിടിച്ചു വാങ്ങാനൊക്കെ പുള്ളി വന്നു. ഊറ്റാൻ പറ്റുന്ന അത്ര ഊറ്റി. ഹലോ ഗൈസ്, നമ്മൾ നേരെ കൊടൈക്കനാല് പോകുമ്പോവാ. അമ്മരെല്ലാം കൊണ്ട് കയ്യിലാ. ഗ്രിഗറി, അവല് എല്ലാരും വരുന്നുണ്ട്. ഞങ്ങൾ മൊത്തം 4 പേരാ. അമ്മരിപ്പോ വരും. വന്നിട്ട് നേരെ വല്ലതും കഴിക്കാൻ പോണം. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാതെ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ പോയി നേരെ കഴിച്ചിട്ട് നേരെ പോവാം. അപ്പോൾ നേരെ പോവാം. അപ്പം ഗൈസ് നമുക്ക് നേരെ പിടിയിട്ട് പോവാം. ഞങ്ങളാണ് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ്. ഗൈസ് ചേട്ടൻ ഭയങ്കര പോയാ. ചിക്കൻ ഫ്രൈ നല്ല ഫുഡായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പൊറോട്ടയും നല്ല ചിക്കനും ടോട്ടലി പൊളി. അമ്പാടി ഇതിൻ്റെ അതുണ്ട്. അമ്മാര് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പൊ ഗൈസ് നമ്മുടെ സ്ഥലം വരുന്നത് കിടങ്ങൂർ ജംഗ്ഷൻ 10 കട. ഇതുവഴി ആരിലൊക്കെ പോവാണെങ്കിൽ, നമ്മുടെ കിടങ്ങൂർ ഈ വഴിയൊക്കെ പോവാണെങ്കിൽ ഇവിടെ കയറി എല്ലാരും കഴിക്കാം. നല്ല ഫുഡാ ഗൈസ്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ പോവാ ഗൈസ്. ഇനി നേരെ പാലായിന്ന് ഭരണങ്ങാനത്തുനിന്ന് അങ്ങോട്ടാ വാഗമണ്ണോ കുട്ടിക്കാനം ഭരണങ്ങാനത്ത് കുട്ടിക്കാനം. അവിടെ നേരെ തേനീന്ന് അങ്ങോട്ടാ പോകുന്നത്. തേനീന്ന് കൊടൈക്കനാൽ. ഈ ട്രിപ്പിന് പ്രത്യേകത വെച്ചാൽ ആർക്കും വഴിയൊന്നും അറിയത്തില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെ പോവാ. നമ്മള് അങ്ങനെ ഇവിടെ ഏതോ സ്ഥലത്തെത്തി കേട്ടോ. നല്ല രസാ. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ബാക്കിൽ അവന്മാരൊക്കെ ഉണ്ട്. അതായത് ഫുഡ് എന്തൊക്കെയോ കഴിക്കുമൊക്കെ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം തണുപ്പൊക്കെ ആയി. പൊളിമൂട്. കൊടൈക്കനാൽ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. വണ്ടിയിൽ കുപ്പിയോ മറ്റു സാധന സാമഗ്രികളോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു തൊള്ളി പാവങ്ങൾ. ഞങ്ങള് 1 ലിറ്റർ ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സംഭവം അങ്ങനെ ഒരു സംഭവം. അപ്പത്തേക്ക് ഇവന്മാര് ഇത് പിടിച്ച് ഇപ്പം കേസ് കൊടുക്കാൻ പോവാ. അങ്ങ് നാളെ സ്റ്റേഷനിൽ കോടതി വണ്ടി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവാ. അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ഈ സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് അമ്മമാര് 5000 പറഞ്ഞു ആദ്യമേ. അത് കഴിഞ്ഞ് ഞങ്ങള് കിടന്ന് കയ്യേ കാലയെ പിടിച്ച് 3000 ആക്കി. എന്നിട്ട് 3000 ആക്കിയപ്പോ ഇവര് പറഞ്ഞ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കണം. ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമ്മുടെ ഇല്ല. നമ്മുടെ ഫുള്ള് ഇപ്പം ഗൂഗിൾ പേ ആയതുകൊണ്ട് നമ്മള് 1000 രൂപയുള്ളൂ സാറ് ലിക്വിഡ്. ബാക്കി 2000 രൂപ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ പറ്റത്തില്ല, ഇത് കോടതിയോട്ട് അയക്കേണ്ടതാ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പുള്ളി കിടന്ന് കാര്യം തള്ളു കളി. എന്നിട്ട് പുള്ളി ഉടനെ ഞങ്ങളുടെ അത് വണ്ടി പിടിച്ച് വാങ്ങാനൊക്കെ പുള്ളി വന്നു. വെറും കാലമാടൻ. എന്നിട്ടാണെങ്കിൽ പണ്ടാരം ലാസ്റ്റ് പുള്ളിക്കാരന്റെ ഗൂഗിൾ പേയിലെ സ്കാനറൊക്കെ എടുത്ത് നീട്ടി പൈസയും കൊണ്ട് പോയി. പണ്ടാരം ഇത്ര ഒരു കുഴപ്പമില്ലായിരുന്നു. സ്മൂത്ത് ആയിട്ട് വന്നു. അവൻ എന്തോ പാസ് വേണമെന്നല്ലോ പറഞ്ഞേ. ആദ്യം എന്തോ ഈ പാസ് ഉണ്ടോ, പിന്നെ അതിനെ കുറിച്ച് മിണ്ടി പോലും ഇല്ലല്ലോ. പിന്നെ പാസും വേണ്ട ഒന്നും വേണ്ട. പിന്നെ കുപ്പി ഉണ്ടോന്നായ ചോദ്യം. പിന്നെ കൊന്ന് ഞങ്ങൾ അറുത്ത് കഴിഞ്ഞാൽ കളഞ്ഞില്ലെന്നേ ഉള്ളു. പണ്ടാരം അമ്മ ഊറ്റാൻ പറ്റുന്ന അത്ര ഊറ്റി. പണ്ട ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ആരാണ് അവര്? അങ്ങനെ നമ്മള് മലയാളികളാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഹിന്ദി പറയുമോ ഞങ്ങളോട്? ജാവോ എന്നെ അവസ്ഥയാന്നറിയോ? അത് പുള്ളി കേട്ടു ആ ചെറുക്കാപ്പി എന്റെ ശരിക്കും 100-190 കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാതെ വന്ന് തമിഴ്നാട്ടിൽ കേറി കഴിഞ്ഞപ്പോ ഇത്രത്തെ തെണ്ടിത്തരം കാണിക്കുന്നു. കൊടൈക്കനാല് താഴെ അടിവാരത്തെത്തിയ പോകുമ്പോ നമ്മൾ എവിടെ വെച്ചാടാ ചെക്കിങ്? അത് കൊടൈക്കനാലായിട്ടുള്ള എൻട്രിയിലുള്ള ചെക്ക് പോയിന്റ് അല്ലേ? ചെക്ക് പോസ്റ്റ് അവിടെ വെച്ചാണ് ഈ പണ്ടാരം പണി കിട്ടിയത്. അവിടെ ഒരു തടിയുള്ള വയറും ചാടിയോ ഒരു പുള്ളിയും
ഇതൊരു പൊക്കം പറഞ്ഞവനല്ലേ രണ്ടിന് ഒരു പൈസ ചാർജ് ചെയ്യണ്ടല്ലോ ഇവര് എന്തോ കോടതിക്ക് അടയ്ക്കാന്ന് പറഞ്ഞല്ലേ ഇവര് വാങ്ങിയേക്കണേ. സാറിന് ഒരു ബില്ല് തരണ്ട അല്ലേ? തിരിച്ചിറങ്ങിയ 10,000 രൂപ കയ്യിലുണ്ട്, അതോടെ കളയല്ലേ. എന്നാലും 3000 പോയില്ലടാ പണ്ടാരം. എത്ര പണിയെടുത്താലും ആകാശുണ്ടാവണേ. ഇമാര് കാശുണ്ടാക്കാൻ കണ്ടില്ലേ പണിയെടുക്കാതെ. അത് കള്ളപ്പുണ്ടകള്. ഇനിയിപ്പൊ അങ്ങനത്തെ വല്ല പരിപാടി നോക്കേണ്ടി വരും. പോലീസുകാരോടൊക്കെ കുറച്ച് ബഹുമാനം ഇതൊക്കെ വെറുതെ ആണല്ലോ ഈ പോലീസുകാരൊക്കെ എല്ലാവർക്കും ഇത്ര ഇത് ഇമാതിരി പരിപാടിയൊക്കെ അല്ലേ. പക്ഷെ നല്ല ആൾക്കാരും ഉണ്ടല്ലേ. ചായ കുടിക്കാൻ വന്ന മുരുകണ്ണന്റെ ചായ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കൊടൈക്കനാലിലെത്തി ഗൈസ്. സമയം ഇപ്പോൾ സമയം എന്നാടാ? സമയം ഇപ്പോൾ രാവിലെ 5:30 ഞങ്ങളവിടെ റൂം കുറേ തപ്പി. ലാസ്റ്റ് ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല റൂം കിട്ടി. പക്ഷേ കട്ടിൽ കുറവാണ് ഗൈസ്. ഒരു റൂമിൽ ഒരു കട്ടിലല്ലേ ഉള്ളു. ഞങ്ങൾ പിന്നെ 4 പേരും കൂടെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നാളെ കാണാം. മിണ്ടാണ്ട് കാണണം, ഞാൻ മിണ്ടത്തില്ല. മിണ്ടാണ്ട് കണക്കടാ. പേസ്റ്റ് ഉണ്ടായിരുന്നു. നീ ഇനി